ഹൗ ടു ഫിക്സ് യുവർ സ്കിൻ. ഇതെല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യനാണ്. അതിലേക്കുള്ള ആൻസറാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. 4 സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ 1. അവോയ്ഡ് സോപ്പ് നിങ്ങൾ നിർത്തിയിട്ട് ഫേസ് വാഷിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. ഫേസ് വാഷ് എന്ന് വെച്ചാൽ മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷ് ഉപയോഗിക്കുക. സോപ്പ് ഉപയോഗിക്കുമ്പോൾ പല പ്രശ്നങ്ങളും നിങ്ങളുടെ സ്കിന്നിലേക്ക് വരും. സ്കിന്നിൽ കുരുക്കൾ അതുപോലുള്ള പല പ്രശ്നങ്ങളും വരും. ഇപ്പം നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ല, നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളുടെ മുഖത്തുണ്ട് എന്നിട്ട് നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ സോപ്പ് അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത്. സോപ്പ് നിങ്ങളെ സ്കിൻ ബാരിയർ തന്നെ തകർക്കും. അതുകൊണ്ട് സോപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. അടുത്ത സ്റ്റെപ്പാണ് യൂസ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ സ്കിന്നിലേക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ. സൺസ്ക്രീൻ കാരണം UV പ്രൊട്ടക്ഷനിൽ നിന്ന് നിങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ സൂര്യനിൽ നിന്ന് വരുന്ന ഒരു ഹാംഫുൾ സാധനമാണ് UV. ഈ UVയിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സൺസ്ക്രീന് സാധിക്കും. ഇന്ന് മാർക്കറ്റിൽ കുറച്ച് ചെറിയ പ്രൈസിൽ തന്നെ നല്ല സൺസ്ക്രീൻസൊക്കെ ഉണ്ട്. അതൊക്കെ മേടിച്ച് യൂസ് ചെയ്യുക. ആൻഡ് മൂന്നാമത്തെയാണ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് കാരണം നിങ്ങളുടെ സ്കിന്നിന് നല്ല സ്മൂത്തും എല്ലാം ആവും. ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നതാണ്, എൻ്റെ സ്കിൻ ഓയിലി ആണ് എന്നിട്ടും നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഉപയോഗിക്കണമെന്ന്. വേണം, എല്ലാ സ്കിന്നുകാർക്കും മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. കാരണം മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ. അതിൻ്റെ കണ്ടിന്യൂ മോയ്സ്ചറൈസർ. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് അടുത്തത് അവോയ്ഡ് ജങ്ക് ഫുഡ് ഒഴിവാക്കുന്നത് കൊണ്ട് നിങ്ങളെ ഫാറ്റ് കുറയുകയും നമ്മളെ ബോഡി ഫാറ്റ് കുറയുമ്പോൾ തന്നെ നമ്മളെ സ്കിന്നിലെ ഫാറ്റ് കുറയുകയും സ്കിന്ന് ഭയങ്കര ഷാർപ്പാവുകയും ചെയ്യും. അത് നിങ്ങൾ ബോഡി ഫാറ്റ് കുറയ്ക്കാനുള്ള ജിമ്മിൽ പോകണമെന്നൊന്നുമില്ല, വീട്ടിൽ ഹോം വർക്കൗട്ട് ചെയ്താൽ മതി. അതിന് പല ആപ്പും അവൈലബിളാണ്. ആപ്പ് വെച്ചിട്ട് വീട്ടിൽ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് ഫേസ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉള്ള ഹാംഫുൾ സാധനങ്ങളൊക്കെ അത് വലിച്ചെടുത്ത് നമ്മുടെ സ്കിന്നിൽ നിന്ന് നല്ലത് ചെയ്യും. അതുപോലെ സിറം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ ബെറ്റർ ആവാൻ ഉപയോഗിക്കും. നല്ല സിറം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ 2 ആഴ്ച കൊണ്ട് തന്നെ നമ്മളെ സ്കിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സിറം ഉപയോഗിക്കും. വിറ്റാമിൻ C സിറമുണ്ട്, വിറ്റാമിൻ A, അങ്ങനെ പലതരം സിറമുണ്ട്. വിറ്റാമിൻ C സിറം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ബെറ്റർ എക്സ്പീരിയൻസ് തരാൻ അതിന് ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കാം. അടുത്തതെന്ന് വെച്ചാൽ കുറച്ച് പൈസ കുറഞ്ഞ വഴി ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ കുറച്ചും കൂടി ബെറ്റർ ആകാൻ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് രാത്രി മുഖം കഴുകുമ്പോൾ തന്നെ മുഖത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് രാവിലെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് നിങ്ങളുടെ മുഖത്ത് കാണാൻ കഴിയും. അതുകൊണ്ട് റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ നല്ല കമ്പനിയുടെ റോസ് വാട്ടർ നോക്കിയിട്ട് മേടിച്ച് ഉപയോഗിക്കാം. കുറച്ച് ടിപ്സാണ് പറയാനുള്ളത്. നിങ്ങൾ പുറത്ത് പോയാൽ വന്നാൽ തന്നെ പിന്നെ വെയിൽ കൊള്ളാതിരിക്കുക, മുഖം കഴിയുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കുക. പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കണ മുന്നേ തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ പുറത്ത് പോയി വന്നിട്ട് മുഖം നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകാം. ഇതൊക്കെ നിങ്ങളെ മുഖത്തിന് നല്ല കാര്യങ്ങളാണ്. പിന്നെ നല്ല ക്ലോത്ത് കൊണ്ട് മുഖം തുടയ്ക്കുക. എല്ലാവരും ഉപയോഗിച്ച് തല കുറച്ച് ക്ലോത്ത് കൊണ്ട് തന്നെ മുഖം ഇതാക്കാൻ കഴിയില്ല. നിങ്ങളുടെ മുഖത്തിന് ഒരു നല്ലത് എക്സ്പീരിയൻസ് തരില്ല. അതിൻ്റെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ തല നല്ല വൃത്തിയായി കഴുകുക. തല നല്ല വൃത്തിയാകുമ്പോൾ ഹെയർ നല്ല ഷാമ്പു കൊണ്ട് കഴുകുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് ആ ഫുള്ളായ സാധനങ്ങൾ നിങ്ങളുടെ മുഖത്തേക്ക് വരാതിരിക്കുകയും അങ്ങനെ മുഖത്തിന് ഇതാക്കുകയും ചെയ്യുക. നിങ്ങളുടെ തലയുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെയാണ് നിങ്ങളുടെ ഭയങ്കര കേടുപാടുകളുണ്ടെങ്കിൽ കുരു അതുപോലെ സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഹെയറിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ ഹെയറിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് നല്ല സാധനങ്ങൾ മേടിക്കാം. അടുത്തത് പില്ലോ കവർ മാറ്റുക. ആഴ്ചയിൽ ഒരു തവണ നമ്മൾ പില്ലോ കവർ കഴുകിയിടാൻ ശ്രമിക്കുക. കാരണം നമ്മളെപ്പോഴും തല വെച്ച് കിടക്കുന്നത് പില്ലോ കവറിലാണ്. അതിൽ നമ്മളെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻസൊക്കെ ഉണ്ടാവും. അത് പോകാൻ നമ്മളെ പില്ലോ കവർ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. പില്ലോ കവറാണ് ഒരു നല്ല സാധനമാണ്. പില്ലോ കവർ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. ഹോസ്റ്റലിലാണ് നിങ്ങൾക്ക് അങ്ങനെ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ച ഒരു പുറം എടുത്തിട്ട് നിങ്ങൾ തല വയ്ക്കുക, അടുത്ത ആഴ്ച തിരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അതൊരു 2 ആഴ്ച കൊണ്ട് നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അത് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ കുറേ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് വാസ്ലിൻ എടുത്ത് മുഖത്ത് വയ്ക്കുക. വാസ്ലിൻ നല്ല സാധനമാണോ വെച്ചാൽ നല്ല സാധനമാണ്, പക്ഷേ അത് ഒരു ഹാംഫുള്ളാണ്. കാരണം അതൊരു പെട്രോളിയത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുഖത്തോട്ട് തേക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലതല്ല വരിക. ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ഫങ്ഷൻസ് കൊണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം കുറച്ചുകൂടി ബെറ്റർ കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നല്ലത് ഇടയ്ക്കിടയ്ക്ക് ആ സാധനം ചെയ്യുമ്പോൾ
നിങ്ങളുടെ മുഖത്തിന് അത് ഭയങ്കര കേടാണ് സംഭവിക്കുകയുള്ളൂ. പിന്നെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക. രാവിലെ രാത്രി അത്ര മതി, അല്ലാതെ ഓവറാക്കേണ്ട. രാവിലെ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, അതുപോലെ ഫേസ് വാഷ് എടുത്ത് മുഖം കഴുകിയിട്ട് മോയ്സ്ചറൈസർ എടുത്ത് തേച്ചിട്ട് ഒരു 5 മിനിറ്റ് സൺസ്ക്രീൻ തേക്കുക. അത് കഴിഞ്ഞിട്ട് ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ പോവുക, സ്കൂളിൽ പോയി വന്ന ശേഷം നൈറ്റ് മുഖം കഴുകിയിട്ട് ഫേസ് വാഷൊക്കെ എടുത്ത് കഴുകിയിട്ട് നൈറ്റ് കിടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ മോയ്സ്ചറൈസർ തേച്ച് കിടക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു 1 വീക്കെങ്കിലും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തിന് അതിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മുഖം കെമിക്കലി എക്സ്ഫോളിയേറ്റ് ചെയ്യുക. എക്സ്ഫോളിയേറ്റ് ചെയ്യുക പറഞ്ഞാൽ നിങ്ങൾ മുഖത്തിലുള്ള ഡെഡ് സ്കിൻസ് കളയാനുള്ള ഒരു വഴിയാണ് എക്സ്ഫോളിയേഷൻ. അവർ ഇപ്പോൾ കാപ്പിപ്പൊടി, തക്കാളി ഉപയോഗിച്ചിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് നല്ലതെല്ലാം സംഭവിക്കുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ, അതായത് മാസത്തിലൊരു തവണ ചെയ്യുമ്പോഴൊന്നും കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ സ്കിന്നിൻ്റെ ബാരിയർ തകർക്കും. അത് ഭയങ്കര ഹാംഫുള്ളായി മാറുകയുള്ളൂ. നിങ്ങൾ കെമിക്കലി എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അത് പറഞ്ഞാൽ ഇന്ന് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ എക്സ്ഫോളിയേറ്റർ കിട്ടും. അത് വെച്ചിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാം. പിന്നെ ആഴ്ചയിൽ 3 തവണയെങ്കിലും തല, ഹെയർ ഒരു ഷാമ്പു ഇട്ടിട്ട് നിങ്ങൾ കഴുകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവിടെയുള്ള ചളി നിങ്ങളുടെ മുഖത്തേക്ക് ഇറങ്ങിയിട്ട് അത് നിങ്ങളെ നല്ലതായിട്ട് ബാധിക്കുകയില്ല. ഇത് ഈ ചാനലിൻ്റെ ഫസ്റ്റ് സ്കിൻ കെയർ ഇത് മാത്രമായിട്ടുള്ളൂ. ഇതിൽ പല ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, പല ടിപ്സ് ആൻഡ് ട്രിക്സ്, അങ്ങനെ പലതും പറഞ്ഞു തരുന്നുണ്ട്. ഇതിനു വേണ്ടി നിങ്ങൾ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ പറയാൻ പോകുന്നത് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലാണ് ബെറ്റർ എക്സ്പീരിയൻസ് തരും, അങ്ങനെ പലതുമാണ്. അതിന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഏതാണ് നല്ല സ്കിൻ കെയർ, സൺസ്ക്രീൻ, അതുപോലെ മോയ്സ്ചറൈസർ, അങ്ങനെ മെന്നിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. പിന്നെ ഹാംഫുൾ പ്രൊഡക്റ്റ് ഒന്നും മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളുടെ സ്കിന്നിന് നല്ല രീതിക്ക് എല്ലാം അത് ബാധിക്കുള്ളൂ. അപ്പോൾ ഹാംഫുൾ പ്രൊഡക്റ്റ് ഒന്നും മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിക്ക് തന്നെ അത് ബെറ്ററായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു മടിയില്ലാതെ തന്നെ ചെയ്യാം. നല്ല പാട്ടൊക്കെ വെച്ചിട്ട് എന്നും സ്കിൻ കെയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തിന് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് വിസിബിൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഇന്ന് അടുത്ത വീഡിയോയ്ക്ക് നിങ്ങളേക്ക് വരും. അടുത്ത വീഡിയോ അല്ല, നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക്സ്.